എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. മനസ്സിൽ വളരെയേറെ ഭാരത്തോടും നിരാശയോടും കൂടെ ആയിരുന്ന സമയത്ത് കർത്താവിന്റെ ദാസിയോട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു. കർത്താവിന്റെ ദാസി പറഞ്ഞു, ദൈവം ഒരു തലമുറ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത മാസം തന്നെ ഗർഭിണിയാവുകയും ഒരാൺ തലമുറയെ തന്ന് കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും വേണ്ടി യേശുവിന് സ്തോത്രം. പ്രാർത്ഥിച്ച അടുത്ത മാസം തന്നെ ദൈവം അനുഗ്രഹിച്ചു. 5 വർഷം മക്കളിൽ നിന്ന് ഇല്ലാതിരുന്ന മകള്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് 7.5 മാസമായപ്പോൾ അതികഠിനമായ വയറുവേദന വരികയും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ SIT കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഇപ്പൊ തന്നെ പ്രസവിച്ചാലും കുഞ്ഞിനെ ജീവനോടെ കിട്ടില്ല എന്ന്. വ്യാഴാഴ്ച ദിവസമായിരുന്നു. അന്ന് അമ്മ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നു. സിസ്റ്റർ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ കൈപൊക്കി. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വിടുതൽ ലഭിച്ചു. ഞാൻ അടുത്ത് 8.5 മാസമായപ്പോൾ പ്രസവിച്ചു. എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് കണ്ണ് സുഖമില്ലാതെ ചികിത്സയിലായിരിക്കെ പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി സംസാരശേഷി നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ ഞങ്ങൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും സംസാരശേഷി തിരിച്ചു കിട്ടിയിരുന്നില്ല. ഞങ്ങൾ കുടുംബമായി കണ്ണുനീരോടുകൂടെ സിസ്റ്ററെ സമീപിക്കുകയും എൻ്റെ മകളുടെ അസുഖ വിവരം സിസ്റ്ററെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ സിസ്റ്റർ പ്രാർത്ഥിക്കുകയും കർത്താവായ യേശുക്രിസ്തു എൻ്റെ മോളെ തൊടുകയും ആ നിമിഷം തന്നെ പൂർണ്ണമായി സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ അത്ഭുതം പ്രവർത്തിച്ച യേശുവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാതിരുന്ന ഊമക്കുട്ടി യേശു കർത്താവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ച സെക്കൻഡിൽ സംസാരിക്കാൻ തുടങ്ങി. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൂടെ? യേശു ക്രിസ്തുവിൻ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ കൃപയാൽ യേശു ക്രിസ്തു ഞങ്ങൾക്കും ഇവിടെ കുടുംബമായിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ചെയ്ത കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെയും ഈ ആരാധനയിൽ വന്നതിന് ശേഷം ധാരാളം നന്മകൾ തന്ന് ഭൗതികമായിട്ടും ആത്മീകമായിട്ടും കർത്താവ് ഞങ്ങളെ ധാരാളം അനുഗ്രഹിച്ചു. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരിയുടെ ഒരു മകന് വേണ്ടിയാണ്. എൻ്റെ സഹോദരിയുടെ മകന് ഒരു 20 വയസ്സ് പ്രായമായി. ഇവൻ 4 കോളേജിൽ ഇവനെ കൊണ്ട് ചേർത്ത്. എന്നാൽ ഇവൻ പോകുകയില്ല. ഇവൻ മദ്യത്തിന് അടിമയായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി, വീട്ടിനും ദേശത്തിനും ഒരു ശല്യമായി തീർന്ന് ഇവനെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ അവൾ എങ്ങനെയെങ്കിലും എനിക്ക് ഇവൻ കാരണം കൊണ്ട് മരിച്ചാൽ മതിയെന്ന് ഒറ്റ ഒരു കാര്യമേ അവളുടെ മനസ്സിലുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇവന്റെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം ഭാരത്തോടെ പ്രയർ ഹാളിൽ ടെലഫോണിൽ പ്രാർത്ഥനയായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് ഫോൺ എടുത്തത് കർത്താവിന്റെ ദാസിയായിരുന്നു. ഞാൻ കർത്താവിന്റെ ദാസിയോട് ഈ അവസ്ഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, കർത്താവ് ഈ സഹോദരൻ മാനസാന്തരം കൊടുക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച് അന്ന് തന്നെ കർത്താവ് അവന് മാനസാന്തരം കൊടുത്ത് അതേ മാസം, അത് ഒരു ജൂലൈ മാസമായിരുന്നു, അന്ന് സെക്കൻഡ് സാറ്റർഡേ ആരാധന നടക്കുന്നു. അതേ മാസം അന്നും ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ഇവന് ഒരു ഉപജീവനം കൂടെ കാണിച്ചു കൊടുക്കണമേ, എന്നാൽ ഇവൻ ശരിയാകുമല്ലോ എന്നല്ലേണ്ടി. എന്നാൽ അന്ന് ഞാൻ ഇവന് ഒരു ജോലിക്ക് വേണ്ടി ഇവന്റെ മാനസാന്തരത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു നിന്ന് ഇപ്രകാരം പറഞ്ഞു, സഹോദര സഹോദര, നിങ്ങളുടെ സഹോദരിയുടെ പുത്രന് കർത്താവ് മാനസാന്തരവും കൊടുത്ത് ഒരു ജോലിയും കൊടുത്ത് അവനെ അനുഗ്രഹിക്കുമെന്നു പറഞ്ഞു. അതേ നാളിൽ തന്നെ അവന് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാനും ഇന്ന് വരെയിലും അവൻ നല്ല രീതിയിൽ ജീവിക്കുന്ന കഴിയുന്നു. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ യേശുവിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ആരാധനയിൽ വന്നതിന് ശേഷം കർത്താവ് എന്നെ ഞാൻ അറിയാത്ത രീതിയിൽ തന്നെ ധാരാളം അനുഗ്രഹിച്ച്, ഈ അനുഗ്രഹത്തിന് കാരണം കൊണ്ട് എന്റെ ജോലി സ്ഥാപനത്തിൽ 1-2 സുവിശേഷ വിരോധികൾ കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു വ്യക്തി എന്നെ അതിഭയങ്കരമായി ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഞാൻ ഇയാളെ കാണുമ്പോൾ ഒരു വഴി പോവുകയാണെങ്കിൽ ഞാൻ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇയാൾക്ക് ഇവിടുത്തെ പുതുവർഷ സ്തോത്രോത്സവ ആരാധനയിലുള്ള കാസറ്റുകൾ ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇയാൾക്ക് അതിഭയങ്കരമായ ശല്യമായിരുന്നു. എപ്പോഴും പറയും ഇവൻ ഒരു മതമാറ്റക്കാരനാണ്, ഇവൻ ഒരു മതമാറ്റക്കാരനാണ്. ഇങ്ങനെ പറയുന്നത് മാത്രമല്ല, വേറെ ഇയാൾ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഈ വേളാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വരുന്നു. ഈ വേളാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ എന്റെ സ്ഥാപനത്തിൽ നിന്ന് എന്റെ റൂമിൽ പോകുമ്പോൾ ഇയാൾ കൂടെ എന്റെ ബേക്കിൽ നിന്ന് എന്റെ റൂമിലോട്ട് വന്ന് ഇയാൾ അതിഭയങ്കരമായ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വളരെയധികം ഭാരത്തോട് തന്നെ അന്ന് ഇവിടെ വേളാഴ്ച ആരാധനയിൽ വന്നിരുന്നു. അന്ന് വന്നിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നാൽ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥി, കർത്താവേ ഈ മനുഷ്യനൊരു മാനസാന്തരം കൊടുക്കണമേ, ഈ മനുഷ്യൻ ദൈവത്തറിഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുക്കണമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് കർത്താവിന്റെ ദാസൻ അവസാന പ്രാർത്ഥന മധ്യയിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ അനേകർ ദൈവനാമം മുഖാന്തരം നിന്ദിക്കപ്പെടുന്ന അനേക സഹോദര സഹോദരിമാരെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഇന്നും ഒരു സഹോദരൻ നിന്ദിക്കപ്പെട്ടു. ഇനി നിന്ന് അനുഭവിക്കുകയില്ല. നിങ്ങള് നിന്ദിച്ച ആളിന് ദൈവം അയാളെ നിന്ന് നിങ്ങൾക്ക് നാളെ തന്നെ കാണിച്ചു തരുമെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഞാൻ എന്റെ അന്ന് മറുദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ ജോലി സ്ഥലത്തിൽ പോയപ്പോൾ ഇയാൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ ഒരു കൂട്ട ജനങ്ങൾ ഒരു കല്യാണത്തിന് കൂടുന്ന ജനങ്ങളായിട്ട് വളഞ്ഞു നിൽക്കുന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇയാളെ പോലീസുകാരുടെ കയ്യിൽ പിടിച്ചു വെച്ച് എന്തെന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറയുന്നു, ഇയാൾ ലക്ഷങ്ങൾ അധികമായി രൂപയും മോട്ടിച്ച് ഇയാളെ പിടിച്ചതായിട്ട് അവർ പറഞ്ഞു. അതിന്റെ ശേഷം ഞാൻ ഇന്ന് വരെയും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആ മനുഷ്യനെ കാണുകയില്ല എന്ന്. അതിന്റെ ശേഷം ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് 4 വർഷത്തിന് മുമ്പ് ഒരു ആക്ഷൻ മുഖാന്തരം അമ്മയുടെ മുതുക് എലുമ്പ് മാറിപ്പോയി. അപ്പോൾ നമ്മൾ ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നുമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. അമ്മ എല്ലാ ദിവസവും ആസ്പത്രിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വീണ്ടും നമ്മൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ് മുഖാന്തരം തമിഴ്നാട് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനായി. അവർ അവിടെ നിന്ന് തിരിച്ചു വിട്ട് അമ്മയുടെ അവസ്ഥ വളരെ സീരിയസ് ആയിരുന്നപ്പോൾ അവിടെ വിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഇയാളെ വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയുടെ മുതുക് എലുമ്പ് മാറി ഈ ദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഇവരെ ഓപ്പറേഷൻ ചെയ്യാൻ കൂടെ പറ്റുകയില്ല, ഓപ്പറേഷൻ ചെയ്യാതെ ഇരിക്കുവാനും പറ്റുകയില്ല എന്ന്. വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മരുന്നുകളെല്ലാം കഴിച്ച് 2 കിഡ്നിയും ഫെയിലിയറായി. വയറിന്റെ അകത്ത് വലിയ ഒരു കട്ടി വളരുന്നതായിട്ടും ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ 4 ഓപ്പറേഷന് വിധി എഴുതി. അമ്മയുടെ അവസ്ഥ വളരെയധികം സീരിയസ് ആയിരുന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഞാൻ വീണ്ടും
ഈ 4 സ്കാൻ റിപ്പോർട്ടും എന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ആ ഡോക്ടറെ കാണാൻ പോയി. അയാളെ വീട്ടിൽ പോയപ്പോൾ അയാൾ ഈ 4 സ്കാനും നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മരിച്ചു പോകും. ഇപ്പോൾ ഇവർ കിടക്കുന്നത് റിപ്പിലും ഈ വേദനയുടെ ഇഞ്ചക്ഷൻ മാത്രമേ ഇവരിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ആസ്പത്രിയിൽ വന്നപ്പോൾ എന്റെ സഹോദരിമാരെല്ലാം ഇരുന്ന് കുനിഞ്ഞിരുന്ന് കരയുന്നു. ആരും എന്റെ മുഖത്തിൽ കൂടെ നോക്കുന്നില്ല. അമ്മയെ പോയി തട്ടി നോക്കിയപ്പോഴോ അമ്മയും ഒരു ഇതില്ലാതെ അങ്ങനെ കിടക്കുന്നു, ഓർമ്മ ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വളരെയധികം ഭാരത്തോടെ നെയ്യാറ്റിൻകര പ്രയർ ഹാളിൽ ടെലിഫോണിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അന്ന് ഫോൺ എടുത്തത് കർത്താവിന്റെ ദാസനായിരുന്നു. ഞാൻ ഈ അമ്മയുടെ ഈ അവസ്ഥകളെല്ലാം കർത്താവിന്റെ ദാസനോട് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ ഉടൻ തന്നെ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ 4 ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ എന്റെ ദൈവം പുതുജീവനെ കൊടുക്കുന്നു. ഓപ്പറേഷൻ കൂടാതെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് പുതുജീവൻ കൊടുക്കുന്നു. വീണ്ടും പറഞ്ഞു, യെശയ്ക്കേൽ രാജാവിന് ദീർഘായുസ് കൂട്ടിക്കൊടുത്ത ദൈവം നിങ്ങളുടെ അമ്മയ്ക്കും ദീർഘായുസ് കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തെയും ഡോക്ടർമാരെ അതിശയിക്കത്തക്ക രീതിയിൽ ഡോക്ടർമാർ വീണ്ടും ഇതേ സ്കാൻ വീണ്ടും ചെയ്തപ്പോൾ അമ്മയ്ക്ക് മുതുകെലുമ്പ് ദ്രവിക്കാൻ തുടങ്ങിയ മുതുകെലുമ്പ് മാറിയിരുന്ന മുതുകെലുമ്പ് നോർമലായി. വീണ്ടും 2 കിഡ്നി കർത്താവ് പുതിയ കിഡ്നി വെച്ച് പിടിപ്പിച്ച് വയറിലുള്ള കട്ടി ഒന്നുമില്ല. ഇന്ന് നമ്മുടെ അമ്മ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇത്രയും വലിയ ഉപകാരം ചെയ്ത് എന്റെ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ ഞാൻ വിരമിക്കുന്നു. അമ്മ അതാണോ? ഇതാണോ അമ്മ? കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. യേശുവേ നന്ദി. താങ്ക് യു. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യമഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. നന്ദി നന്ദി. രാജാവിന് നന്ദി. രാജാവിന് നന്ദി. വാ തുറന്ന് സ്തുതിപ്പീൻ. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ നിന്റെ മേൽ ഒഴുകുന്നു. ദൈവകൃപ നിന്റെ മേൽ ഒഴുകുമ്പോൾ നീ ദിവ്യ ശക്തിയിൽ നിറയുന്നു. ആകയാൽ വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ. ആമേൻ, ആമേൻ. ഉള്ളിൽ എരിവോട്, ഉള്ളിൽ ചൂടോട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും എല്ലാവരും എല്ലാവരും
നിറച്ചതിനായി നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല ദൈവമേ, ആമേൻ. ഇരിക്കാം. സങ്കീർത്തനം 121 7 വചനം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ. ഹല്ലേലൂയ. The Lord shall preserve you from all evil. கர்த்தர் உன்னை எல்லா தீங்குக்கும் விலக்கி காப்பார். ஆமென். സകല തിന്മയിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സകല ദോഷത്തിൽ നിന്നും നിന്നെയും എന്നെയും സംരക്ഷിക്കുന്ന നല്ല ദൈവം. അവൻ സൃഷ്ടിച്ചത് ഒക്കെയും നല്ലതാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-4 വചനത്തിൽ വെളിച്ചം ഉണ്ടാകും അവൻ കൽപ്പിച്ചു. അവന്റെ വചനത്തിൽ ജീവൻ ഉണ്ട്. ആവർത്തനം 8:3 പ്രകാരം, സങ്കീർത്തനം 119:25 പ്രകാരം, സങ്കീർത്തനം 119:50 പ്രകാരം, ലൂക്കോസ് 4:4 പ്രകാരം, മത്തായി 4:4 പ്രകാരം, 1 യോഹന്നാൻ 1:1 പ്രകാരം, എബ്രായർ 4:12 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ വചനത്തിൽ ജീവൻ ഉണ്ട്. When he opened his mouth, there was miracle. കർത്താവ് തന്റെ വാ തുറന്നപ്പോൾ അവിടെ അത്ഭുതം നടന്നു. അതേ ദൈവം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. Let there be light. There was light. അവിടെ വെളിച്ചമുണ്ടായി. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:4 അവൻ ഉണ്ടാക്കിയ വെളിച്ചം അവൻ നല്ലത് എന്ന് കണ്ട്. He saw the light was good. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-10 വചനത്തിൽ ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പേരിട്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ട്. ഇത് രണ്ടയും അവൻ കണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ സൃഷ്ടിച്ച ഭൂമി, അവൻ ഉണ്ടാക്കിയ സമുദ്രം, ഇത് രണ്ടും ഉൽപ്പത്തി പുസ്തകം 1:10 ദൈവം നല്ലത് എന്ന് കണ്ട്. മൂന്നാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:12 ഭൂമിയിൽ നിന്ന് വൃക്ഷം മുളച്ചു വന്ന്. He saw it. My God saw it. My God saw the plants. ഈ വൃക്ഷങ്ങളെ കണ്ട ദൈവം അവൻ പറയുന്നു, ഇത് നല്ലത്, ഈ വൃക്ഷം നല്ലത്, ഈ ഭൂമി നല്ലത്, ഈ സമുദ്രം നല്ലത്, ഈ വെളിച്ചം നല്ലത്. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:18 ചന്ദ്രനെ സൃഷ്ടിച്ചവൻ സൂര്യനെ സൃഷ്ടിച്ച് അവിടെയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ സാം ദ മൂൺ ആൻഡ് സൺ ഗുഡ്. ഇത് രണ്ടും നല്ലത് എന്ന് ദൈവം കണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സൃഷ്ടിച്ച ദൈവം നല്ലവനാണ്. ആമേൻ. ആകയാൽ അവൻ ഉണ്ടാക്കിയത് എല്ലാം അവൻ നല്ലത് എന്ന് കണ്ട്. സങ്കീർത്തനക്കാരൻ എഴുതുന്നു. സങ്കീർത്തനം 73:1 എന്റെ ദൈവം നല്ലവനാകുന്നു നിശ്ചയം. ആമേൻ. എന്റെ രക്ഷിതാവ് നല്ലവനാകുന്നു അത് നിശ്ചയം. Indeed, my God is good. എന്റെ ദൈവം നല്ലവൻ. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ തിന്മ കടന്നു വന്നത്? സൃഷ്ടിതാവ് നല്ലവൻ, സൃഷ്ടിച്ചത് ഒക്കെയും നല്ലത്. How come evil came? How come evil came into this world? എങ്ങനെ തിന്മ ഈ ഭൂമിയിൽ കടന്നു വന്ന്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.
സർപ്പം ഈ ഭൂമിയിൽ വന്ന്. ആമേൻ. സൃഷ്ടിതാവിനും സൃഷ്ടിക്കുമിടയെ in between God and men serpent entered. സർപ്പം എന്നുള്ള സാത്താൻ വന്നപ്പോൾ എല്ലാം തകടം മറിഞ്ഞു. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന എഫേസ്യർ 6:16 പ്രകാരം അവൻ ദുഷ്ടൻ. ഈ സാത്താൻ എന്നുള്ള സർപ്പം ദുഷ്ടൻ. യോഹന്നാൻ 10:10 പ്രകാരം ഈ സാത്താൻ എന്നുള്ള സർപ്പം കള്ളൻ. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 8:44 പ്രകാരം ഈ സാത്താൻ എന്നുള്ള സർപ്പന്റ് കുലപാതകൻ. വെളിപ്പാട് പുസ്തകം 12:9 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇവൻ ജനത്തെ തെറ്റിച്ച് കളയുന്നവൻ. ദുഷ്ടൻ, ജനത്തെ തെറ്റിച്ച് കളയുന്നവൻ, കള്ളൻ, കുലപാതകൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വേഷം ധരിച്ച് സാത്താൻ സർപ്പത്തിന്റെ വേഷം ധരിച്ചു വന്നപ്പോൾ എല്ലാം തകടം മറിഞ്ഞു. നല്ലത് ഒക്കെയും തിന്മയായി. ദൈവം ഇന്ന് പകൽക്കാലം ദൈവജനമേ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുന്നു. നിന്നെ തിന്മയിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. God says, I will preserve. I will preserve. അരുളി ചെയ്യുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. You can depend upon him. നിങ്ങൾക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം, ഈ ദൈവത്തിന്റെ വാക്കനുസരിക്കാം. എല്ലാ തിന്മയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന നല്ല ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം എത്തിയിരിക്കുന്നത്. രണ്ടാമത്, ദൈവം നല്ലവൻ, അവൻ സൃഷ്ടിച്ചത് ഒക്കെയും നല്ലത്. എന്തുകൊണ്ട് തിന്മ? രണ്ടാമത്തെ കാരണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സഭാപ്രസംഗി 7:29 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ആമേൻ. ആ മനുഷ്യനോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സൂത്രങ്ങളെ അന്വേഷിച്ച്. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. മനുഷ്യനോ അനേക സൂത്രങ്ങളെ സൃഷ്ടിച്ചു. താല്പര്യം സൂത്രത്തോട്, മനുഷ്യന്റെ താല്പര്യം അനീതിയോട്, മനുഷ്യന്റെ താല്പര്യം ദുഷ്ടതയോട്, മനുഷ്യന്റെ താല്പര്യം ഇരുട്ടിനോട്. ആകയാൽ ഈ ഭൂമിയിൽ തിന്മ കടന്നു വന്ന് 9 കൃപാവരങ്ങൾ ജ്വലിക്കുന്ന പൗലപ്പോസ്തലൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗം കണ്ട പൗലപ്പോസ്തലൻ പോലും സാക്ഷീകരിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 7:18 എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ആത്മീയൻ, കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ആൾ, ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ കയറിപ്പോയി യഹോവയാം ദൈവത്തിന്റെ ഭാഷ കേട്ടവൻ, സംസാരം കേട്ടവൻ പൗലോസ് എഴുതുന്നു, എന്റെ ജഡത്തിൽ പോലും നന്മ പാർക്കുന്നില്ല, തിന്മയാണ് പാർക്കുന്നത്. അടുത്ത വചനത്തിൽ ഒരു മർമ്മം കൂടെ പൗലോസ് എഴുതുന്നു, ഐ ലോങ് ടു ഡു ഗുഡ് ബട്ട് ഐ പ്രാക്ടീസ് നോട്ട്. ഐ ലോങ് ടു ഡു ഗുഡ്, എനിക്ക് നന്മ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നില്ല ദാനം, ഞാൻ തിന്മ പ്രവർത്തിച്ചു പോകുന്നു. ആമേ. അപ്രകാരം ഈ ഭൂമിയിൽ തിന്മ കടന്നു വന്ന്, സാത്താൻ കടന്നു വന്നപ്പോൾ കൂടെ തിന്മയും കടന്നു വന്ന്. രണ്ടാമത്, നേരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ താല്പര്യം തിന്മയോടെയാണ്. ആകയാൽ ഈ ഭൂമിയിൽ പ്രിയമുള്ളവരെ തിന്മ കടന്നു വന്ന്. ഉൽപ്പത്തി പുസ്തകം 6:5 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉൽപാദനമാകുന്ന മനുഷ്യന്റെ നിരൂപണങ്ങൾ അവൻ കണ്ട്. മനുഷ്യന്റെ നിരൂപണങ്ങളൊക്കെയും തിന്മയെന്ന് അവൻ കണ്ട്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന
ജെരേമിയ 17:9 പ്രവാചകൻ ജെരേമിയ എഴുതുന്നു, of all things in the entire world the heart of a man is so wicked and deceitfully cunning. എല്ലാറ്റിനേക്കാളും ഒരു മനുഷ്യന്റെ ഹൃദയം കപടം നിറഞ്ഞത്, തിന്മ നിറഞ്ഞത്, ദോഷം നിറഞ്ഞത്. അപ്രകാരം തിന്മ ഈ ഭൂമിയിൽ കടന്നു വന്ന് എഫേസ്യർ 5:16 പൗലപ്പോസ്തലൻ എഴുതുന്നു, ഇത് ദുഷ്കാലം. ആമേൻ. എത്ര പ്രസംഗം കേട്ടാലും എത്ര ഉപവാസം ചെയ്താലും ഇത് ദുഷ്കാലം. അറൗണ്ട് യു, അറൗണ്ട് മീ, നിന്നെ ചുറ്റും ഈ ലോകം ദുഷ്ടത നിറഞ്ഞ ദുഷ്കാലം. എന്നെ ചുറ്റും ദുഷ്കാലം. ആകയാൽ തിന്മ ഈ ഭൂമിയിൽ കടന്നു വന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത, ദുഃഖം, തിന്മ ആഞ്ഞടിക്കുന്നത് 5 ഘടകങ്ങളിൽ നിന്നാണ്. ഒന്ന്, ശാസന. ദൈവത്തിന്റെ ശാസന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത അല്ലെങ്കിൽ തൽക്കാല ദുഃഖം കൊണ്ടുവരും. രണ്ടാമത്, ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ശിക്ഷ. മൂന്നാമത്, ശോധന. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:3 യോബുവിൻ പുസ്തകം 23:10 ഈ 3 മർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കൊടുങ്കാറ്റുപോലെ ശാസന, ശിക്ഷ, ശോധന. നാലാമത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അനർത്ഥം. അഞ്ചാമത്, നാശം. പ്രിയമുള്ളവരെ, അനർത്ഥം ദൈവജനത്തിന്റെ പാർപ്പിടത്തിന്റെ പടിയിൽ പോലും വരികയില്ല. ആമേൻ. അനർത്ഥം ദുഷ്ടനെ കൊല്ലും. അത് ദൈവജനത്തിന്റെ പടിയിൽ പോലും വരികയില്ല. നാശമോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 73:27 ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നവന് നാശം വരും. അത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവജനത്തിന്റെ പാർപ്പിടത്തിന്റെ പടിയിൽ പോലും അത് വരികയില്ല. ശാസന നമുക്കുണ്ട്. ദൈവം നമ്മെ ശാസിക്കും, ദൈവം നമ്മെ ശിക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുപോലെ ശോധന കടന്നു വരും. വരുമ്പോൾ ക്രിസ്തുവിൽ തന്നെ ദൈവ പൈതലേ നീ ഊന്നി നിന്നാൽ 2 കാര്യങ്ങൾ നടക്കും. നമ്പർ 1, he will preserve. അവൻ നിന്നെ സംരക്ഷിക്കും. എല്ലാ തിന്മയിൽ നിന്നും എന്റെ ദൈവം നിന്നെ സംരക്ഷിക്കും. രണ്ടാമത്, നിന്റെ മേൽ ആഞ്ഞടിക്കുന്ന സർവ തിന്മകളെയും തുലാസിൽ വച്ച് ദൈവം നിറച്ചു നോക്കി അതിനു പകരം ദൈവം നിനക്ക് നന്മ തരും. റോമർ 8:28 അപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. ആമേൻ. തിന്മ ഉൾപ്പെടെ, ശോധന ഉൾപ്പെടെ, ദോഷം ഉൾപ്പെടെ സകലവും ദൈവ പൈതലെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവളെ, രക്ഷിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന സഹോദര, തിന്മയാണോ അതിന് പകരം ദൈവം നന്മ തരും. എറണാകുളത്തിൽ നിന്ന് ഐഡ എന്നുള്ള സഹോദരി ഫോണിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് യൂട്രസിൽ കട്ടി, 1 കിലോ കട്ടി. പ്രാർത്ഥന വിഷയം പറയുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്നു. രണ്ടാമത് ആ മകൾ പറയുന്നു, ഞങ്ങൾക്ക് മക്കളില്ല ബ്രദർ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ബ്രദർ. യൂട്രസിൽ കട്ടി. ചികിത്സയ്ക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് കട്ടിയാണ് വളരുന്നത്. ആത്മാർത്ഥതയോട്, നുറുങ്ങിയ ഹൃദയത്തോട് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് നൽകിയ ആലോചന പറഞ്ഞ്, യു കാൾ ബാക്ക് ആഫ്റ്റർ 6 months. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കണം.
6 മാസം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ച സഹോദരി അന്ന് കരഞ്ഞിട്ടാണ് വിളിച്ചത്, ഇന്ന് സന്തോഷത്തോട് വിളിക്കുന്നു. ആ കട്ടിയിരുന്ന സ്ഥലത്ത് ദൈവം ഇന്ന് 6 മാസ കുഞ്ഞിനെ വച്ച് പിടിപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സെക്കൻഡിൽ കട്ടി മാറിപ്പോയി. ഐഡ എറണാകുളം സാക്ഷി പറയുന്നേ, അവിടെ കുഞ്ഞ് എനിക്കിന്ന് 6 മാസ കുഞ്ഞ് അതേ നാൾ കർത്താവിനെ തൊട്ട് അനുഗ്രഹിച്ചു. തിന്മയ്ക്ക് പകരം നന്മ, ദോഷത്തിന് പകരം നന്മ, ദുഃഖത്തിന് പകരം സന്തോഷം അവൻ ചെയ്യും. വാക്ക് മാറുവാൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. ഹല്ലേലൂയ. എന്നും തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊട്ട് പാടി ആർക്കുമേ, അന്നു തന്റെ ശുദ്ധരൊട്ട് പാടി ആർക്കുമേ. എന്നെനിക്ക് സാധ്യമോ സമ്മേളനോ, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ. എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊട്ടു പാടി ആർക്കുമേ, അന്നു തന്റെ ശുദ്ധരൊട്ടു പാടി ആർക്കുമേ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ, അഭിഷേക തീ വ്യാപരിക്കുന്നതാ. സ്വർഗം താണിറങ്ങി വരുന്നു. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളിൽ ആത്മീയ ഉല്ലാസത്തിൽ നിറഞ്ഞ് അന്യ ഭാഷ സംസാരിച്ച് ദൈവത്തെ ആരാധിക്കുക. ടീ 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 ടീ. ബന്ധന കയറുകൾ അഴിഞ്ഞു വീഴുന്നു. പ്രാർത്ഥിക്കാൻ വിടാതെ, പാടുവാൻ വിടാതെ, സ്തുതിപ്പാൻ വിടാതെ, ദൈവസന്നിധിയിൽ കാത്തിരുപ്പാൻ വിടാതെ, യേശുവിന്റെ മുഖം ദർശിക്കുവാൻ വിടാതെ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ, സർപ്പത്തിന്റെ കെട്ടുകൾ റഗാല ദണ്ഡനദബല ജബറശാല ദണ്ഡനദബ. പവർ 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 പവർ. ദണ്ഡനം അഴിഞ്ഞു വീഴുന്നു. God set you free. God set you free. God set you free. എല്ലാരെയും വെളിച്ചം, സ്വർഗത്തിലെ വെളിച്ചം നിന്നിൽ പകരപ്പെടുന്നതാ, പകരപ്പെടുന്നതാ, പകരപ്പെടുന്നതാ. എന്റെ ഇടതുഭാഗത്തിൽ സിസ്റ്റർ റൂത്ത്, റൂത്ത് പേര് തന്നെ റൂത്ത്. നിങ്ങളുടെ ജീവിതം ഒടിഞ്ഞുപോയ ജീവിതമാണ്. ഒടിഞ്ഞുപോയ ജീവിതത്തെ എന്റെ ദൈവം ഇതാ വച്ച് കെട്ടി നേരെയാക്കുന്നു. ടീ 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 ടീ. മിസ്റ്റർ ദിനേശ്, 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 ഭാവിയെ കുറിച്ച് നിലവിളിക്കുന്ന ദിനേശ്, കർത്താവിന്റെ അത്ഭുത കരം നിങ്ങളെ തൊടുന്നു ബ്രദർ. അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വലതുഭാഗത്തിൽ ചെയറിൽ ഒരു സഹോദരി, നിങ്ങളുടെ ഗൈനിക് സിസ്റ്റം ഡിസോർഡറാണ്. മാനുഷിക ബുദ്ധിയിൽ, വൈദ്യശാസ്ത്രത്തിന്റെ നോട്ടത്തിൽ നിങ്ങൾക്കൊരു തലമുറ ലഭിക്കുകയേയില്ല. സ്വർഗം നിങ്ങളോട് കനിയുന്നു.
യേശു നിങ്ങളെ തൊടുന്നു. ഡിസോർഡറായ ഗൈനക് സിസ്റ്റം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നേരെയാകുന്നു. അഗ്നി വ്യാപരിക്കുന്നു. വിടുതൽ കർത്താവ് നൽകുന്നു. അതേപോലെ ഗൈനക് സിസ്റ്റം ഡിസോർഡറായി തകർന്ന് എത്തിരിക്കുന്ന സഹോദരിമാര് സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ തൊടുന്നു. തിന്മയ്ക്ക് പകരം നന്മ, തിന്മയ്ക്ക് പകരം നന്മ, ദോഷത്തിന് പകരം നന്മ. ടീ 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 ടീ. ദൈവം നല്ലവൻ. അവൻ സൃഷ്ടിച്ചത് ഒക്കെയും നല്ലത്. പിന്നെ എങ്ങനെ തിന്മ ഈ ഭൂമിയിൽ വന്ന്? സർപ്പത്തിന്റെ വേഷം ധരിച്ച് സാത്താൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ തിന്മയും വന്നു. രണ്ടാമത് മനുഷ്യന്റെ ഉള്ളിലെ ഡിസയർ നന്മയേക്കാൾ തിന്മയിലാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായി, അവനോ അനേക സൂത്രങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ തിന്മ ഈ ഭൂമിയിൽ കടന്നു വന്ന് ദൈവ പൈതലാണോ നിന്നവൻ തിന്മയിൽ നിന്ന് സംരക്ഷിക്കും. നീ ദൈവ പൈതലാണോ നിന്റെ തിന്മയ്ക്ക് പകരം എന്റെ ദൈവം നിനക്ക് നന്മ തന്നയക്കും. തിന്മ. നമ്പർ 1 മീഖ പ്രവചനം 7-ാം അധ്യായം 6-ാം വചനം ശ്രദ്ധിക്കാം. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവി അമ്മയോടും എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. മനുഷ്യന്റെ ശത്രുക്കൾ, മനുഷ്യന് തിന്മ വരുന്നത് അവന്റെ വീട്ടിൽ നിന്ന് തന്നെ. ആമേൻ. യുവർ ഓൺ ഹൗസ്, യുവർ ഓൺ ഫാദർ, യുവർ ഓൺ മമ്മി, യുവർ ഓൺ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ വരുന്നത് അവന്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. ആർക്ക് തിന്മ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വന്തം വീട്ടിൽ നിന്ന് തിന്മ വരുന്നത് ആർക്ക്? സാധാരണ മനുഷ്യനല്ല, ലോക മനുഷ്യനല്ല, ദൈവത്തിന് യോഗ്യനായി ജീവിക്കുന്നവന്, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവന്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവന്. ഹല്ലേലൂയ. സാധാരണ മനുഷ്യനല്ല, വയറ് ദൈവമായി ജീവിക്കുന്നവന് അല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിന് യോഗ്യനായി കണ്ടെടുക്കപ്പെട്ടവന്, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവന്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവന് തിന്മ വരുന്നത് അവന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്. ഹല്ലേലൂയ. അതിന്റെ കാരണം യേശു കർത്താവ് തന്നെ സ്പഷ്ടമാക്കുന്നു. മത്തായി സുവിശേഷം 10:37 വചനത്തിൽ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എപ്രകാരം? എന്നേക്കാൾ അധികം അപ്പനെയോ, യേശുവിനേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ യേശു അരുളി ചെയ്യുന്ന എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ യേശു കർത്താവ് അരുളി ചെയ്യുന്ന എനിക്ക് യോഗ്യനല്ല. ദൈവത്തിന് യോഗ്യന് സ്വന്തം വീട്ടിൽ നിന്ന് തിന്മ കടന്നു വരും. ആമേൻ. രക്ഷിക്കപ്പെടാത്തവന് വീട്ടിലുള്ള ബന്ധമാണ് ഫസ്റ്റ്. രക്ഷിക്കപ്പെട്ടവന് ഗാഡ് ഫസ്റ്റ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഫസ്റ്റ് ആകുമ്പോൾ അപ്പൻ സെക്കൻഡ് ആകും, അമ്മ സെക്കൻഡ് ആകും, ഭാര്യ സെക്കൻഡ് ആകും, ഭർത്താവ് സെക്കൻഡ് ആകും, മക്കളും രണ്ടാം തരത്തിലാകും, ദൈവം ഒന്നിലാകും. അവർ രണ്ടാമതാകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അവന് ശത്രുക്കൾ ഉണ്ടാകും, തിന്മ ഉണ്ടാകും. ഹല്ലേലൂയ. യാക്കോബ് ലേഖനം 4:4 നമ്മെ പഠിപ്പിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗാഡ്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു.
അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോൾ ലോകം നിന്റെ ശത്രുവായി മാറും. ആമേൻ. ദൈവം നിന്റെ ഫ്രണ്ടായി മാറുമ്പോൾ കൈക്കൂലിയും കള്ളും ഓണമും ദുഷ്ടതയും വേശിത്തരമും വിഗ്രഹവും കഞ്ചാവും നിറഞ്ഞ ഈ ലോകം നിന്റെ ശത്രുവായി മാറും. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യോഹന്നാൻ 15:18 മത്തായി 24:9 ലോകം നിന്റെ ശത്രുവായി മാറുമ്പോൾ നിന്നെ അവർ വെറുക്കും. യേശുവിന്റെ നാമം നിമിത്തം ദൈവ പൈതലേ, ലോകം നിന്നെ വെറുക്കും. ലോകത്തിന്റെ ഒരു ഭാഗമാണ് നിന്റെ വീട്, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ മക്കൾ. അവർ ഓട്ടോമാറ്റിക്കായി നിന്നെ വെറുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് യോഗ്യന് സ്വന്തം വീട് വെറുക്കും. രണ്ടാമത്, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ആളിന് സ്വന്തം വീട്ടുകാർ വെറുക്കും. ആമേൻ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കയ്യിന്റെ അനുജൻ ആബേൽ. ഉൽപ്പത്തി പുസ്തകം 4:4 ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച നീതിമാൻ ആബേൽ അവനെ സ്വന്തം സഹോദരൻ വെറുത്ത് വയൽ പ്രദേശത്തിൽ കൊണ്ടുപോയി കയർത്തു കൊന്നു. His own elder brother finished younger brother up. കൊന്ന്. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചത് കൊണ്ട് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 21:9 ഇസഹാക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി, not an ordinary citizen, promised son, വാഗ്ദത്ത സന്തതി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 21:9 അവന്റെ സ്വന്തം ജ്യേഷ്ഠൻ ഇസ്മവേൽ അവനെ ഞെരുക്കി, അവനെ പരിഹസിച്ച്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യാക്കോബ് ദൈവഭക്തൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സന്താനം. ഉൽപ്പത്തി 25:21 അവനെ സ്വന്തം സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞെരുക്കി. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ആളാണോ? സ്വന്തം വീട്ടിൽ നിന്ന് നിനക്ക് തിന്മ പുറപ്പെടുന്നുണ്ട്. ആമേൻ. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, രക്ഷ കണ്ടെത്തിയില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല. 5-1 6 നല്ല ഖുഷി. ഓണമെങ്കിൽ ഓണം, കള്ളെങ്കിൽ കള്ള്, ചാപ്പാടെങ്കിൽ ചാപ്പാട്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് 16:28 സമ്മന്നൻ യാതനാ സ്ഥലത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്നു ആബ്രഹാമിനോട്, എനിക്ക് 5 സഹോദരന്മാർ എന്റെ വീട്ടിലുണ്ട്. എത്ര ഐക്യം, എത്ര സ്നേഹം. എനിക്ക് 5 സഹോദരന്മാർ എന്റെ അപ്പന്റെ വീട്ടിലുണ്ട്. ലാസറുവിനെ അയക്കണമേ, ഈ ജീവിതം പോരാ. നേരെ മറിച്ച് ഇതിൽ ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നു എങ്കിൽ അവന് ഈ 5 നെരുക്കുമായിരുന്നു. എത്ര ഐക്യം, ഇവർ തമ്മിൽ എത്ര ഐക്യം. നേരെ മറിച്ച് അതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ ലൂക്കോസ് 15:28 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മുടിയനായ പുത്രൻ അനുജൻ മാനസാന്തരപ്പെട്ട് രക്ഷ കണ്ടെത്തി സ്വന്തം പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അണ്ണൻ സന്തോഷിക്കേണ്ടവൻ, നൃത്തം ചെയ്യേണ്ടവൻ. ലൂക്കോസ് 15:28 നമ്മ പഠിപ്പിക്കുന്ന അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ പുറത്തു നിന്ന് കോപിച്ച് അനുജൻ നേരെയായപ്പോൾ ആമേൻ, മാനസാന്തരപ്പെട്ടവന്, രക്ഷിക്കപ്പെട്ടവന്, അഭിഷേക നിറവിൽ ജീവിക്കുന്നവന്, ദൈവത്തിന് യോഗ്യനായി മാറിയവന്, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവന്, സ്വർഗത്താൽ സ്നേഹിക്കപ്പെടുന്നവന് വരുന്നത് തിന്മ സ്വന്തം വീട്ടിൽ നിന്നാണ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അപ്പന്റെ സ്വഭാവം മക്കളെ എന്നും കാണണം. അതുകൊണ്ട് അപ്പനൊരു കാര്യം ചെയ്ത് ഒരുത്തന് തന്റെ വീട്ടിന്റെ ഇടതുഭാഗത്ത് താമസിപ്പിച്ച് മറ്റവനെ വീട്ടിന്റെ വലതുഭാഗത്ത് താമസിപ്പിച്ച് എന്നും മക്കളെ കാണണം. ഇതിൽ എങ്ങനെ ഒരുത്തൻ ലാട്ടറി കിട്ടിയതുപോൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ വീട്ടിൽ പാട്ട്,
അവന്റെ വീട്ടിൽ പ്രാർത്ഥന, അവന്റെ വീട്ടിൽ ഉപവാസം, അവന്റെ വീട്ടിൽ സ്തുതി സ്തോത്രം ഹല്ലേലൂയ. ഇത് അപ്പന് സഹിച്ചില്ല. അപ്പൻ ആദ്യം പരിഹസിച്ച് മോനെ വിളിക്കുന്നത് ഹല്ലേലൂയ എന്നാണ്. ഒരു നാൾ രക്ഷ കണ്ടെത്തിയ മകനെ അടിച്ചു പുറത്താക്കി. നീ എന്റെ മകനല്ല, നീ ഹല്ലേലൂയ, നീ സ്തോത്രം. കാര്യം വേഗത്തിൽ ധൃതിയിൽ ദൈവം മാറ്റിമറിക്കാൻ തുടങ്ങി. സ്വന്തം ഭവനത്തിൽ വച്ച് രക്ഷിക്കപ്പെടാത്തവനെ ചോറ് കൊടുത്ത് അവൻ നമ്പർ 1 കള്ളുകുടിയനായി തീർന്ന്, വേശിത്തനം പ്രവർത്തിക്കുന്നവനായി തീർന്ന്, 3 പെണ്ണ് കെട്ടുന്നവനായി തീർന്ന്. ഈ ദൈവ പൈതൽ വീട് വിട്ട് ഇറക്കി വിടപ്പെട്ടവനെ ദൈവം പടിപ്പടിയായി ഉയർത്തി, ദേശത്തിന്റെ പ്രവാചകനായി ഉയർത്തി. നീ രക്ഷിക്കപ്പെട്ട ആളാണോ? നീ അത്ഭുതപ്പെട്ടു പോകരുത്. ആദ്യ അമ്പ് വരുന്നത് നിന്റെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥനയ്ക്ക് എന്റെ മുമ്പിൽ വന്ന് 18 ആണ്ടുകൾ മക്കളില്ല എന്ന സഹോദരി പറഞ്ഞ് എന്റെ ഹൃദയം തകർന്നു. എന്റെ കൈ നീട്ടി when I just prepared to pray for them, പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൾ ആ മകളും ആ മകനും വീണ്ടും നിലവിളിച്ച്, ബ്രദർ, അതല്ല പ്രാർത്ഥനാ വിഷയം, അതല്ല. 18 ആണ്ടുകൾ മക്കളില്ലാതെ ജീവിച്ചത് അല്ല പ്രാർത്ഥന വിഷയം. ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് സ്വന്തം സഹോദരൻ എന്നെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി. എനിക്ക് വിരോധമായി മന്ത്രവാദം ചെയ്ത് എന്റെ ഭർത്താവിനെ വഴിയിലിട്ട് തല്ലി, എന്റെ സ്വത്ത് അപഹരിക്കാൻ കള്ളക്കേസ് കൊടുത്ത് എന്റെ വീടും വീട്ടടിയും എഴുതി വയ്ക്കുവാൻ ഇന്ന് നിർബന്ധിക്കുന്ന, അടിയുണ്ടാക്കുന്ന, അതാണ് കഷ്ടത. അതാണ് കഷ്ടത. മക്കൾ ഇല്ലായ്മയല്ല കയ്പ്. എന്റെ സ്വന്തം സഹോദരനാണ് എന്റെ കയ്പ്. ഐ നെൽറ്റ് ഡൗൺ ബിഫോർ മൈ ഗാഡ്. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി. കർത്താവ് തന്ന ആലോചന, ഈ പ്രശ്നം തീരണമെങ്കിൽ ഇവൾക്കൊരു കുഞ്ഞിനെ ഞാൻ കൊടുക്കും. മക്കൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ വീട് തട്ടിയെടുക്കാൻ വന്നത്. ഈ പ്രശ്നം തീരണമെങ്കിൽ ഇവൾക്ക് ഞാൻ ഒരു മകളെ കൊടുക്കും, മകനെ കൊടുക്കും. അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരുന്ന് കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന സമയം തുടങ്ങി. ഒരു ജെന്റിൽ കാറ്റടിക്കുന്നത് പോൽ അവളുടെ വയറിനെ തൊട്ട് ദൈവാത്മാവ്. അന്ന് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹം കഴിഞ്ഞ് 19ാമത്തെ വർഷം നെട്ടിയത് സ്വന്തം സഹോദരനാണ്, വേറെ ആരുമല്ല. ഒരു നെട്ടൽ. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയെ ഇറക്കി വയ്ക്കാൻ വന്നിരിക്കുന്നുവോ? സ്വന്തം വീട്ടിൽ നെട്ടൽ ഉണ്ടാകുന്ന രീതിയിൽ ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് ചെയ്ത് ഇന്ന് പറഞ്ഞയക്കാൻ പോകുന്ന. ആമേൻ. ഹന്ന ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞ്. 1 സാമുവേൽ 1:6 നമ്മ പഠിപ്പിക്കുന്നു. അവൾക്കൊരു പ്രതിയോഗി സ്വന്തം സഹോദരിയാണ്. പുത്രന്മാരും പുത്രിമാരും അവൾക്ക് ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ says she's a rival. അവളുടെ പ്രതിയോഗി സ്വന്തം സഹോദരിയാണ്, അവളുടെ ശത്രു. അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ മുമ്പിൽ എന്റെ ദൈവം ഹന്നയെ മാനിക്ക തന്നെ ചെയ്തു. ഹല്ലേലൂയ. പെനീനയുടെ മുമ്പിൽ എന്റെ ദൈവം അവളെ മാനിച്ച്. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നു വന്ന് ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നു വന്ന് ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി, തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഈ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി.
ദൈവത്തിന് യോഗ്യനോ നീ? നിന്റെ വീട്ടിൽ നിന്ന് നിനക്കെതിരായി തിന്മ പൊങ്ങി വരും. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചാളാണോ നീ? നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിന്റെ മേൽ അമ്പുകൾ ഉയർന്നു വരും. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ആളാണോ നീ? നിന്റെ വീട്ടുകാർ തന്നെ നിന്റെ ശത്രു. ജോസേഫ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട നല്ല മനുഷ്യൻ ജോസേഫ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 37:2 അപ്പൻ അവനെ സ്നേഹിച്ചു. അതിന് അത്താക്ഷിയായി ഒരു നിലയങ്കി ഉണ്ടാക്കിക്കൊടുത്തു. എല്ലാത്തിനുമേലായി അടുത്ത വചനം നമ്മ പഠിപ്പിക്കുന്ന ദൈവം അവനെ സ്നേഹിച്ചു. അതിന് അത്താക്ഷിയായി അവൻ സ്വപ്നങ്ങൾ കാണും. കണ്ട സ്വപ്നം എക്സാക്റ്റായി വ്യാഖ്യാനിച്ച് നൽകും. ഗാഡ്സ് ഗ്രേസ്, അത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹം ജോസേഫിന് കിട്ടിയപ്പോൾ സ്വന്തം സഹോദരന്മാർ അവന്റെ ശത്രുക്കളായി മാറി. അവൻ വരുന്നത് കണ്ടപ്പോൾ അതാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ വെറുത്ത്. His own brothers, the Bible says, hated Joseph. അവനെ വെറുത്ത്. ഇളയവനാണ്, 17 വയസ്സേ ആയിട്ടുള്ളു. ഈ മൊണ്ണത്തടിയന്മാർ ഈ കുഞ്ഞിനെ വെറുത്ത്, അധികം വെറുത്ത്. Then finally they plotted one plan. ഒരു പദ്ധതി ഒരുക്കി, ഇവനെ നമുക്ക് കൊന്ന് കുഴിയിലിടാം. അപ്പന്റെ അടുക്കൽ ചെന്ന് കള്ളം പറയാം, കാട്ടുമൃഗം ഇവനെ കൊന്നു എന്ന് പറയാം, കൊന്ന് കുഴിയിലിടാം. അതിൽ ഒരുത്തൻ ഉണ്ടായിരുന്ന റൂബൻ തടുത്തു നിന്നിട്ട് പറഞ്ഞ്, അവൻ സ്വന്തം സഹോദരനാണ്, ജീവഹാനി ഉണ്ടാക്കരുതേ, ഈസ് അവർ ഓൺ ബ്ലഡ്, അവനെ കൊല്ലരുതേ. അപ്രകാരം അവന്റെ നിലയെങ്കി ഊരിയെടുത്ത് അവനെ ജീവനോട് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ എറിഞ്ഞവർ തന്നെ ഇവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത്. ജോസേഫ് വിചാരിച്ച് കാണും, രക്ഷപ്പെട്ട്. അപ്പനെ ഞാൻ കാണും, അമ്മയെ ഞാൻ കാണും, രക്ഷപ്പെട്ട്. എന്റെ സഹോദരന്മാരെ ഞാൻ കാണും, ഞാൻ രക്ഷപ്പെട്ട്. പക്ഷെ പൊക്കിയെടുത്തത് രക്ഷിക്കുവാനല്ല, വിൽക്കുവാൻ വേണ്ടിയാണ്. നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായാൽ നിന്റെ വീട്ടുകാർ തന്നെ നിന്റെ ശത്രു. തൂക്കിയെടുത്തത് വിൽക്കുവാൻ വേണ്ടി. മിദ്യാനിയ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് ഈ നല്ല മനുഷ്യൻ ദൈവ പൈതലിനെ വിറ്റ്. സങ്കീർത്തനക്കാരൻ എഴുതുന്ന ആ വചനം നമുക്ക് വായിക്കാം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. സങ്കീർത്തനം 105:19. അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും, അവർ ജോസേഫിന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിച്ച് അവർ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. 17 വയസ്സ് ബാലകൻ, മൊരട്ട് അണ്ണന്മാർ ഇരുമ്പ് ചങ്ങല കൊണ്ട് അവന്റെ കാലുകളെ പിണച്ച് നെരുക്കി. മിദ്യാനിയുടെ കച്ചവടക്കാരുടെ കയ്യിൽ കൊടുത്ത് 20 വെള്ളിക്കാശ് കൈപ്പറ്റി. മിദ്യാനിയ കച്ചവടക്കാർക്ക് ഇവനൊരു അടിമയാണ്. ജോസേഫ് ദൈവ പൈതലെങ്കിലും 20 വെള്ളിക്കാശിന് വാങ്ങപ്പെട്ട ഒരു അടിമയാണ്. അടിമയെ ഒട്ടകത്തിൽ കയറ്റുകയില്ല. 2 കാലും പിണച്ച് ചൂട് മണലിലിട്ട് ഈജിപ്റ്റ് വരെ ഇളുത്ത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാ തിന്മയും നീ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ആളായിരുന്നാൽ, ദൈവത്തിന്റെ സ്നേഹം പ്രാപിച്ച ആളായിരുന്നാൽ, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന് യോഗ്യനായി ജീവിച്ചാൽ, നിന്റെ വീട്ടിൽ നിന്ന് ഉടലെടുക്കുന്ന സകല തിന്മയും കർത്താവ് തുലാസിൽ വെച്ച് നിർത്തി നോക്കി 100 ഇരട്ടിയായി നിനക്ക് മടക്കി തന്നിട്ട് ഇവിടമിട്ട് അങ്ങോട്ടെടുക്കുകയുള്ളൂ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 42:6 ഇതേ സഹോദരന്മാർ ആണ്ടുകൾ കഴിഞ്ഞ് ജോസേഫിനെ ദൈവം ഈജിപ്തിന്റെ അധിപതിയായി ഇരുത്തി. He was sitting in the throne. Joseph, forsaken by everyone, was sitting in the throne. അപ്പോൾ ഇവനെ കൊന്ന് കുഴിച്ചു മൂടിയ സഹോദരന്മാർ
ജോസഫിന്റെ മുമ്പിൽ ഉൽപ്പത്തി 42:6 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വന്ന് സാഷ്ടാംഗം വീണ് ഇതേ ദൈവമാണ് നമുക്ക് ഇന്ന് ഉള്ള ദൈവം.